പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് അനീഷ്. ഞാൻ ന്യൂഡൽഹി വസന്തകുഞ്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ആകെ കളം നിറയുന്നത് യുദ്ധക്കുതിയന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ടും അതുപോലെ അഹിംസാവാദികളായിട്ടുള്ള വിശ്വമാനവികതയുടെ പ്രയോക്താക്കളെ കൊണ്ടും ഇവർ തമ്മിലുള്ള ചർച്ചകൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒരർത്ഥത്തിൽ കളം നിറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നത്. പാവപ്പെട്ട തീവ്രവാദികളുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന യുദ്ധക്കൊതിയന്മാർ, അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും യേശുക്രിസ്തുവിൻ്റെയും ഒക്കെ വിടവ് നികത്തുന്ന, ആ സാംസ്കാരിക ഗ്യാപ്പ് നികത്തുന്ന കേരളത്തിലെ അഹിംസയുടെ പ്രായോക്താക്കളായിട്ടുള്ള എം സ്വരാജും അതുപോലെ നിരവധിയായിട്ടുള്ള അധ്യാപക ഇടതാനുകൂല അധ്യാപകരും എല്ലാം വളരെ സോഷ്യൽ മീഡിയ സജീവമാക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പോൾ നമുക്ക് തോന്നും, ഇത് നേരത്തെ വളരെ കാലം മുമ്പേ തുടങ്ങി ഇവരെല്ലായ്പ്പോഴും ഈ അഹിംസയുടെ പ്രായോക്താക്കളായിരുന്നോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഇവരുടെ ഒരു മുൻകാല ചരിത്രം, മുൻകാല എഴുത്തുകൾ, മുൻകാല വായനകൾ ഒക്കെ ഒന്ന് പുനർവായന ചെയ്യണം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാനത് രണ്ടാമത് ഒന്നുകൂടി അവരുടെ മറ്റ് നിലപാടുകൾ, മറ്റ് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നിലപാടുകൾ ഇത് പ്രശ്നാധിഷ്ഠിതമാണോ എന്നൊന്ന് രണ്ടാമത് വായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവർ പലരും അധ്യാപകരായിരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തന മേഖലയായിട്ടുള്ള കലാലയങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങളൊന്നും ഒരു പുതിയ കഥയല്ല. കലാലയങ്ങളിൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് SFIയും KSUം തമ്മിൽ സംഘർഷം ഉണ്ടാവാറുണ്ട്, SFIയും ABVPയും തമ്മിലൊക്കെ സംഘർഷം ഉണ്ടാവാറുണ്ട്. ഇത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് SFIയുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ ഒരു ഭാഗത്ത് അവരുടെ ചെയ്തികൾ എല്ലായ്പ്പോഴും ന്യായീകരിക്കാനായിട്ട് മുന്നിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് ഇവർ. ഒരുപക്ഷെ ഇപ്പോൾ നേതാക്കന്മാരാവുന്നതിന് മുമ്പ് വിദ്യാർത്ഥി കാലഘട്ടങ്ങളിൽ നേരിട്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് കുറച്ചു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ താത്വിക ആചാര്യന്മാരായിട്ട് ഇത്തരം ഹിംസയെ ന്യായീകരിക്കാനായിട്ട് മുമ്പിട്ട് നിന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടി മുതിർന്നവരായിട്ടുള്ള ആളുകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കണ്ണൂരിലും മറ്റും RSSും CPIഎമ്മും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോഴൊക്കെ, പരസ്പരം വെട്ടിച്ചാകുമ്പോഴൊക്കെ ഹിംസ ഒരു വലിയ പ്രശ്നമാണ് എന്ന് പലപ്പോഴും തോന്നാറില്ല. പലപ്പോഴും ഹിംസയുടെ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഹിംസയെ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ന്യായീകരണത്തിന് വേണ്ടി എല്ലായ്പ്പോഴും സമയം കണ്ടെത്തുകയും മാറ്റിവെക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ആളുകളൊക്കെ. സ്കൂൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അധ്യാപകനെ വെട്ടിക്കൊല്ലുകയും TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ വിശ്വമാനവികത പൊരുത്തക്കിരിക്കുക വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ല, നമ്മളൊരു കുറച്ചുകൂടി അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ശീതസമരമൊക്കെ കൊടുമ്പിരിക്കൊണ്ട കാലഘട്ടങ്ങളിൽ റഷ്യയും അമേരിക്കയും പരസ്പരം മത്സരിച്ച് ആയുധങ്ങൾ ശേഖരിക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇവര് റഷ്യയുടെ നേട്ടങ്ങളിൽ, റഷ്യ സമാഹരിക്കുന്ന ആയുധങ്ങളിൽ ഉൾപ്പുളകം കൊണ്ട് ആളുകളാണ് ഇവര്. അതിനുശേഷം ചൈന വൻതോതിൽ ആണവായുധങ്ങൾ ഉൾപ്പെടെ അതിർത്തിയിൽ നമുക്ക് ഭീഷണിയായിട്ടുള്ള രാഷ്ട്രമാണെന്ന് കൂടി കണക്കിലെടുക്കുമ്പോൾ ആ സമയത്ത് ഒരിക്കലും ഈ കൊന്നുകൂട്ടിയ ആണവായുധങ്ങളോ മറ്റ് നൂതനമായിട്ടുള്ള മറ്റ് ആയുധങ്ങളോ ഒന്നും ഇന്ത്യക്ക് ഭീഷണിയാണെന്നോ മാനവരാശിക്ക് ഭീഷണിയാണെന്നോ ഒന്നും ഇവർക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഉടനെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് വാജ്പേയിയുടെ ഭരണകാലത്ത് പൊഖ്രാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ മാത്രമാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത്. ആ സമയങ്ങളിൽ വീണ്ടും പെട്ടെന്ന് ഉടനെ അവരങ്ങനെ ഈ മാനവികതയും ഇതൊക്കെ ഉയർന്നു വരുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ട് ഞാൻ വളരെയധികം ആശ്ചര്യം കൊണ്ടിട്ടുണ്ട്. അന്ന് എൻ്റെ വീടിനോട് ചേർന്നിട്ട് സഹൃദയ എന്നൊരു ക്ലബിൽ അന്നത്തെ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്ന ഉണ്ണിത്തിരി ഉൾപ്പെടെയുള്ള ആളുകൾ, ഉണ്ണിത്തിരി മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, സുനിൽ പി എടുത്ത പോലെയുള്ള അധ്യാപകർ ഒക്കെ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമിക ഇങ്ങനെ ഇളക്കി മറിക്കുന്നത്. കാരണം പൊടുന്നനെ ഉണ്ടാകുന്ന ഈ വിശ്വമാനവികതയും ആണവായുധങ്ങൾ എത്രമാത്രം ഈ ലോകത്തിന് ഭീഷണിയാണെന്നൊക്കെ പെട്ടെന്ന് ഉണ്ടായ ആ ബോധോദയം, ബുദ്ധന് ഉണ്ടായ ബോധോദയം പോലെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ബോധോദയം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയെ ആകെ ഇങ്ങനെ സമ്പുഷ്ടമാക്കിയ ഒരു കാലഘട്ടത്തിലായിരുന്നു അത്. അതിനുശേഷം
ഇപ്പൊ നമുക്കതിനെ രണ്ടാമത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊരു തരം മാർട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായുടെ ഭാവമാറ്റം മാത്രമാണ്. ആ ഒരു അർത്ഥത്തിൽ ഇപ്പൊ അതിനെ നോക്കി കാണാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് ചങ്കിലെ ചൈന, അല്ലെങ്കിൽ സ്വന്തം കയ്യിലുള്ളത് ഇസ്ലാമിക മേധാവിത്വത്തിന് പൂർണ്ണമായും വിധേയമായ ഒരു പ്രത്യയശാസ്ത്രം, മറുവശത്ത് സ്വന്തം രാഷ്ട്രം. അപ്പോൾ സ്വന്തം രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെതിരെ പരസ്യമായി നിലകൊണ്ടാലുണ്ടാകാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഉപോൽപ്പന്നം മാത്രമാണ് ഈ വേദാന്തം. ഒരർത്ഥത്തിൽ ഇപ്പോ കെമിസ്ട്രിയിൽ പറയുന്നത് പോലെ ആസിഡും ആൽക്കലിയും കൂടിച്ചേരുമ്പോൾ ന്യൂട്രലാവുമെന്ന് പറയുന്നത് പോലെ ഈ ധർമ്മസങ്കടത്തിന്റെ ഒരു ഉൽപ്പന്നമായിട്ടേ ഈ വേദാന്തത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയൂ. ഈ അകത്തുള്ള ഈ ശത്രുത, ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രവിരുദ്ധതയാണെന്നും അകത്തുള്ള ശത്രുക്കൾ പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ അപകടകാരികളാണെന്നും ഒരു നൂറ്റാണ്ടുകാലം മുൻപേ പറഞ്ഞുവെച്ച പൂർവികർക്ക് അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.